പ്രത്യേകത. ദാറുസ്സലാം. ഇവിടേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. ആരെ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ നിങ്ങൾക്ക് അല്ലാഹയെ കാണാം. ആ കാഴ്ചയിൽ അള്ളാഹു പറയുന്നത് സലാം. അപ്പൊ ഈ സ്വർഗം 5 പ്രത്യേകത. ഒന്ന്, അള്ളാന്റെ പേരിട്ടുകൊണ്ട് മഹത്വമാക്കി. രണ്ടാമത്തെ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും മുക്തമാക്കി. മൂന്നാമത്തത്, പരസ്പരം നമ്മൾ സലാം പറയുന്നു. നാലാമത്തെ, ചെല്ലുമ്പോ തന്നെ മലക്കുകൾ സലാം പറയുന്നു. അഞ്ചാമത്, സ്വർഗത്തിൽ ആറാടുമ്പോൾ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ സലാം നമുക്ക് തരുന്നു. ഈ സ്വർഗം ദാറുസ്സലാം. ഈ സ്വർഗത്തിലേക്ക് അള്ളാഹു തആല ആരെയാണ് വിളിക്കുന്നത്? അള്ളാഹുവിന്റെ ദാറുസ്സലാം എന്ന സുന്ദരമായ സ്വർഗത്തില് അള്ളാഹു തആല ക്ഷണിക്കുന്ന ഒരേ ഒരു കൂട്ടരെ മാത്രമേ ഉള്ളൂ. ആ വിഭാഗം ഏതാ? അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹു തആല ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാരെയാണ് അള്ളാഹു തആല ആ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരേ ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. ആ ദാറുസ്സലാമിൽ അള്ളാഹു ക്ഷണിക്കുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. ആ വിഭാഗം ഏതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു അൻആമിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു, ഫമയ്യുരിദില്ലാഹ് അയ്യഹ്ദിയഹു യസ്റഹ് സുദ്റഹു ലിൽഇസ്ലാം വമയ്യുരിദ് അയ്യുളില്ലഹു യജ്അൽ സുദ്റഹു ലയ്യികാ ഹറജൻ കഅന്നമാ യസ്അറു ഫിസ്സമാ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ ദാറുസ്സലാമിൽ ഒരേ ഒരു വിഭാഗത്തിനെ കടക്കാൻ പറ്റൂ. ഏത് വിഭാഗം? ഏത് വിഭാഗം? ഈ പറഞ്ഞ സൂറത്തുൽ അൻആമിലെ ആ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഒരേ ഒരു വിഭാഗത്തിന് മാത്രം. ഏത് വിഭാഗമാണ്? എന്റെ സഹോദരിമാരെ ചിന്തിക്കും, അല്ലാഹുവേ, എന്നെ എന്റെ ഇക്കായ എന്റെ മക്കളെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളാം. ഇത് തന്നെയാണ് കുഴപ്പം. ഇത് തന്നെയാണ് കുഴപ്പം. നമ്മൾ ചിന്തിക്കും, അല്ലാഹുവേ, എന്തായിരുന്നാലും നമുക്ക് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പല ചിന്തകളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ആ ദാറുസ്സലാമിൽ പോകണോ? ഒരൊറ്റ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. ആർക്കാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹു സദ്റഹു ലിൽഇസ്ലാം യശ്റഹു സദ്റഹു ലിൽഇസ്ലാം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്തുകളോ ആർക്ക് അല്ലാഹു തആല നെഞ്ചിലേക്ക് സ്വീകരിക്കാൻ ആ ഹൃദയം വിശാലമാക്കി കൊടുത്തു. അല്ലാഹുവിന്റെ തീരുമാനങ്ങള്, മുത്തുനബിയുടെ കൽപ്പനകള്, നിരോധനങ്ങള് നെഞ്ചിലേക്ക് ആവാഹിക്കാൻ ആർക്ക് മനസ്സ് വരുന്നു, ആര് നെഞ്ചിലേക്ക് ഏറ്റെടുക്കുന്നുവോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലഹും ദാറുസ്സലാം, അവർക്കാണ് അല്ലാഹു ദാറുസ്സലാം കൊടുക്കുന്നത്. ഹൃദയം വിശാലമാകണം. ഹൃദയം വിശാലമായവർക്ക് മാത്രമേ അല്ലാഹു ദാറുസ്സലാം കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം വിശാലമാണോ? നമുക്ക് വിശാലമാണോ? എന്റെ സഹോദരിയോട് പറയാൻ, ഔറത്ത് മറയ്ക്കാൻ പറയുമ്പോൾ, അല്ലാഹുവേ, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത്? ഔറത്ത് മറയ്ക്കാൻ ഉസ്താദുമാര് പ്രസംഗിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ എടുത്തിട്ട് പ്രസംഗിക്കുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഇന്ന് മുതൽ എന്റെ ശരീരത്തിന്റെ ഔറത്ത് മറയാത്ത പാശ്ചാത്യന്റെ വസ്ത്രങ്ങൾ, മദാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള എന്റെ വസ്ത്രവിധാനത്തെ ഞാൻ ഒഴുകുകയാണ് പടച്ചവനെ. എന്നിട്ട് ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിഹ്നമായ പർദ ഞാൻ ധരിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സ് വെക്കുന്ന പെങ്ങളേടാ, ആ സഹോദരിയുടെ മനസ്സ് വിശാലമാണ്. അവൾക്ക് ദാറുസ്സലാം. മദ്യപിക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹുവേ, മദ്യപിച്ചാൽ നാളെ പൊന്നാര നബി എന്നെ കാണണ്ട എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ മദ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മദ്യം നിർത്താൻ, മദ്യപിക്കുന്ന സ്വഭാവം മാറ്റിവെക്കാൻ തയ്യാറാകുവോ? അങ്ങനെയുള്ള ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഹൃദയം വിശാലമാണ്, നിങ്ങൾക്ക് ദാറുസ്സലാം ഉണ്ട്. പലിശ വാങ്ങുന്നത് 73 ഭാഗമാണ്, 73 ശാഖകളാണ്. അതിന്റെ ഏറ്റവും ചെറിയ ശാഖ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ ആ പലിശയുമായി ഞാൻ ഇനി ബന്ധപ്പെടില്ല. എന്റെ മക്കള് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കുറച്ച് തൈരിന്റെ ആവശ്യം വന്നു. തൈര് ആ സന്ദർഭത്തിൽ ബന്ധുക്കളെടുത്ത് പറഞ്ഞു, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, തൈര് കൊണ്ടുവരാൻ പറഞ്ഞു. തൈര് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് സംശയം, ഇത് ഹറാമാണോ ഹലാലാണോ എന്നൊരു സംശയം. ഹറാമാണെന്നും വ്യക്തമല്ല, ഹലാലാണെന്നും വ്യക്തമല്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ ശുബ്ഹാത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അല്ലേ?
എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ നോക്കിയപ്പോൾ ഈ തൈരിൽ അങ്ങനെ ഒരു സംശയം. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട. ബന്ധുക്കൾ പറഞ്ഞു, എന്നാ ഞങ്ങൾ പാവങ്ങൾ കൊടുത്തേക്കട്ടെ. ഇമാം അഹ്മദ് പറഞ്ഞു, കൊടുത്തോ, കുഴപ്പമില്ല, പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല എന്നുകൂടി നിങ്ങൾ പറഞ്ഞേക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ബന്ധുമിത്രാദികൾ ഈ തൈരുമായിട്ട് അവിടെയുള്ള മുഴുവൻ പട്ടിണി പാവങ്ങളുടെ മുന്നിലും ഓടി നടന്നു. അവർ പറഞ്ഞു, ഇമാം അഹ്മദ് ഉപേക്ഷിച്ചെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, അതിൽ എന്തോ ഒരു ഗുഡൻസ് കാണും, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. നശിപ്പിക്കാൻ ഒരു പേടിയും ഒരു മടിയും. അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കണം. കഴിച്ച ചോറ് എല്ലാം കൂടി തൂത്തുവാരിയിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടിട്ടിരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഒരിക്കലും പാടില്ല. ദാരിദ്ര്യം ഉണ്ടാവുന്നതിന് കാരണമാകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പല കിതാബുകളിലും നമ്മൾ കാണുക. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ബന്ധുമിത്രാദികൾക്ക് ഒരു ആശങ്ക. അവരെന്ത് ചെയ്തു? നശിപ്പിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവർ കൊണ്ടുവന്ന് കടലിലേക്ക് ഒഴിച്ചു. കടലിലേക്ക് ഒഴിച്ചു, മീനെങ്കിലും നിന്നോട്ടെ എന്ന് വെച്ചിട്ട്. ഈ വിവരം ആരറിഞ്ഞു? മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലി വിവരമറിയുന്ന സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു. നിസാരമായി ഹറാമെന്ന് വ്യക്തമല്ലാത്ത ശുബ്ഹാത്തിന്റെ ഒരു സാദൃശ്യ, ഒരു ശുബ്ഹാത്തിന്റെ അവ്യക്തമായ ഒരു തൈര്, നിസാരമായ ഒരു തൈര്, അത് സമുദ്രത്തിൽ ഒഴുക്കിയെന്ന ഒറ്റ കാരണത്തിന്റെ പേരില് മരിക്കുന്നത് വരെയും അദ്ദേഹം കടലിൽ നിന്ന് ഒരു മത്സ്യം പോലെ കഴിച്ചിട്ടില്ല. കടലിൽ തൈരൊഴിക്കുക, കടലിൽ കൊണ്ടുവന്ന് തൈരൊലിപ്പിച്ചാൽ എവിടെയാ ഏത് മത്സ്യമാ കഴിക്കുന്നത്? ഒഴിക്കുമ്പോഴേ പരന്നു പോകുന്നില്ലേ? എന്നാലും ഇമാം അഹ്മദ് ചിന്തിച്ചത്, അല്ലാഹുവേ, ഈ തൈര് കഴിച്ചുണ്ടായ മത്സ്യമാണെങ്കിലോ അതെനിക്ക് വേണ്ട എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് കാണിച്ച അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇന്ന് സ്കൂള് വിട്ട് മക്കള് വരുമ്പോ, മക്കള് മുട്ടായി കൊണ്ടുവരുമ്പോ എന്റെ ഉമ്മ ഉപ്പ ചോദിച്ചോ ഇതുവരെ എവിടെന്ന് കിട്ടിയടാ എന്ന് ചോദിച്ചാൽ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്കെന്ത് ഹറാമാ, നമുക്കെന്ത് ഹലാലാ, നമുക്കെന്ത് ശുബ്ഹാത്താ? പോരെ സഹോദരങ്ങള്, അല്ലാഹു നമ്മളെ യഥാർത്ഥ വിശ്വാസികളാക്കി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഹറാമായ ഭക്ഷണം ഉള്ളിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മൾ ഹൃദയം വിശാലമായവരാ, നമുക്ക് അല്ലാഹു സ്വർഗം തരും. ദാറുസ്സലാം. ഇനി ഉസ്താദേ, അങ്ങനെയൊക്കെ നോക്കിയ പിന്നെ ജീവിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ പലിശയിൽ ഞാൻ നിർത്തുന്നു ഉസ്താദ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാരൻ ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ പിറ്റേന്ന് എന്നെ വിളിച്ചു. ഞാൻ മറ്റൊരു പ്രഭാഷണത്തിന് പോകാൻ യാത്രയിലാണ്. ഉസ്താദേ, എന്നെ മനസ്സിലായോ? ഞാൻ ചോദിച്ചു, ആരാണ്? ഞാൻ ഇന്ന് പലിശ നിർത്തി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പള്ളിയിൽ വന്നു പറഞ്ഞ ആളാണ്. എന്റെ മക്കൾക്ക് വല്ലാഹി സത്യം. ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം എന്താ? നമുക്ക് എന്തിന്റെ കുറവാ? ഒരു സദസ്സ് കയറിയാൽ ഒരു ജുബ്ബയും ഉണ്ട്, അടുത്ത സദസ്സ് കയറുമ്പോൾ അടുത്ത ജുബ്ബയും ഉണ്ട്. എന്ത് സുഭിക്ഷമാണ്! എവിടെ പോയാലും ഭക്ഷണം, ആരൊക്കെ കൂടെ വന്നാലും ഭക്ഷണം കൊടുക്കുന്നു. ഇന്നെന്റെ കൂടെ നിരവധി സഹോദരങ്ങൾ, 15ഓളം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇന്ന് ആഹാരം കൊടുത്ത വീട്ടുകാർ ഭക്ഷണം ഒരുക്കി. അല്ലാഹു തആല അവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ദുനിയാവിന്റെ ചൂടും തീയും പുകയും അനുഭവിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടുകാർക്ക് അല്ലാഹു തആല നരകത്തിന്റെ ചൂടും തീയും പുകയും അല്ലാഹു ഹറാമാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിന്റെ കുറവാ? സ്നേഹത്തിന് സ്നേഹം, പൈസയ്ക്ക് പൈസ, എല്ലാം ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. എന്നാൽ സഹോദരൻ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഞാനത് നിർത്തിയതിന്റെ പേരിൽ ഉസ്താദേ, ഈ പെരുന്നാളിന് എന്റെ പൊന്നുമക്കളെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ പഴയ മുണ്ടുമുടുപ്പ് മുടിപ്പിച്ചാ ഞാൻ കൊണ്ടുപോയത് ഒരു പുത്തനുടുപ്പ് വാങ്ങിക്കാൻ. എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇന്നലെ വരെ, കഴിഞ്ഞ പെരുന്നാൾ വരെയും ഞാൻ പലിശയ്ക്ക് പണമെടുക്കുമ്പോ ആ പൈസ കൊണ്ടാ എന്റെ മക്കൾക്ക് ഞാൻ പുതിയ ഉടുപ്പ് വാങ്ങി, പുത്തനുടുപ്പ് വാങ്ങിയത്. എന്റെ പൊന്നുമക്കൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ഉളുഹിയത്തിന്റെ ഇറച്ചിയല്ലാതെ 1/2 ഗ്രാം ഇറച്ചി വാങ്ങാനുള്ള പൈസ എന്റെ ഇല്ലാതെ പോയി ഉസ്താദേ എന്ന് പറഞ്ഞ് കരഞ്ഞ സഹോദരൻ. ആ സഹോദരൻ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു വാക്കുമാറൂല. ആ സഹോദരന് ദാറുസ്സലാമിൽ ഉന്നതമായ പദവിയുണ്ട്. ആ സഹോദരൻ പേടിക്കണ്ട. കാരണം അത് കേട്ടപ്പോ മാറാനുള്ള മനസ്സ് കാണിച്ചല്ലോ. ഇത് കേട്ടിട്ടും പലിശ കച്ചവടക്കാരൻ നിർത്താനുള്ള മനസ്സ് കാണിക്കാതിരിക്കുമ്പോ, അതുപോലെ മദ്യപിക്കുന്നവരെ നിർത്താതിരിക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോ, ഔറപ്പ് മറയ്ക്കാതെ നടക്കുന്ന പെങ്ങന്മാർ ഇത്രയും കേട്ടിട്ട് ഇനി ഞാനത് മറയ്ക്കൂല, ആരൊക്കെ എന്ത് പറഞ്ഞാലും മറയ്ക്കൂല എന്ന തീരുമാനത്തിലാണെങ്കിൽ എന്റെ പെങ്ങളെ, നിങ്ങളുടെ ഹൃദയം, നമ്മൾ ഓരോരുത്തരുടെ ഹൃദയം ഇടുക്കമാണ്. ദാറുസ്സലാമിൽ കടക്കാനുള്ള പവർ നമുക്ക് അല്ലാഹു തന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഉസ്താദെ, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഉസ്താദെ ഹൃദയം വിശാലമായോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും ഉസ്താദെ?
സഹാബത്തിനുണ്ടായി സംശയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ റസൂലേ, എന്ത് അടയാളമാണ് ഹൃദയം വിശാലമായാൽ നിങ്ങൾക്ക്? എന്തെങ്കിലും അടയാളമുണ്ടോ? എന്തെങ്കിലും അടയാളമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്, അടയാളമുണ്ട്. 3 അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയാം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, فهل لذلك من أمارة يعرف بها يا رسول الله. അല്ലാഹുവിന്റെ നബിയേ, എന്തേലും അടയാളമുണ്ടോ? ഒരാളുടെ ഹൃദയം വിശാലമായാൽ എന്തെങ്കിലും അടയാളമുണ്ടോ? അങ്ങനെ ഹൃദയം വിശാലമാകുന്നവർക്കല്ലേ അല്ലാഹു ദാറുസ്സലാം കൊടുക്കുന്നത്. അതിന് എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? സ്വഹാബത്തേ, സലാസത്തു ഇമാറ, അതിന് 3 അടയാളങ്ങളാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ 3 അടയാളങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിക്ക്. ഒന്നാമത്തെ അടയാളം ഏതാ? അൽഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വെപ്രാളമാണ്. എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോയാ മതി. ഉസ്താദേ, തറാവീഹ് 20 ഉള്ളോ? ഏതെങ്കിലും ഹദീസിൽ 25 എന്നുണ്ടോ? എന്നാ ഞാൻ അതും കൂടെ നിസ്കരിച്ചിട്ട് സ്വർഗത്തിൽ പോയേക്കാം. ഉസ്താദേ, അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാ, മാതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞല്ലോ. അക്കൂട്ടത്തിലെ പിതാവിനെ പറഞ്ഞു, അക്കൂട്ടത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട മുതിർന്നവരെ പറഞ്ഞു. എന്നാ അവരെ കൂടെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകട്ടെ. ഇങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള വ്യഗ്രത, എന്ത് കിട്ടിയാലും സ്വർഗത്തിൽ പോകണമെന്നുള്ള വെപ്രാള സഹാബത്തിനെ നിങ്ങൾക്കറിയോ? പാവപ്പെട്ട സഹാബാക്കള് അല്ലാഹുവിന്റെ റസൂൽ മിറാജിന്റെ രാത്രി സ്വർഗത്തിലേക്ക് കണ്ടു. ആ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പാവപ്പെട്ട മുഹാജിരീങ്ങളെയാ. അല്ലാഹുവിന്റെ റസൂൽ മുഹാജിരീങ്ങളായ പാവപ്പെട്ട ആ സഹാബാക്കളെ കാണുമ്പോ ആ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ജീവിതത്തിൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നബിയേ, പണക്കാരെ നിസ്കരിക്കുന്നത് പോലെ ഞങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പൊടിക്കും പോലെ അവരും നോമ്പൊടിക്കുന്നു, ഞങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ അവരും ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ഒരു അനുഗ്രഹം അല്ലാഹു കൊടുത്തല്ലോ അവർക്ക് സമ്പത്തിലൂടെ. അത് അവർക്ക് സാധുക്കൾക്ക് കൊടുത്ത് അവർ പുണ്യം നേടുന്നു, ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യും നബിയേ? എന്തൊരാഗ്രഹം എന്ന് അറിയിച്ചു നോക്കി. എന്തൊരാഗ്രഹമാണ്. പണക്കാര് സ്വർഗത്തിൽ പോകും, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. അള്ളാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ അള്ളാഹുവിന്റെ നബിയെ, അവര് ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നു, ഞങ്ങളെപ്പോലെ നോമ്പൊടിക്കുന്നു, എല്ലാം ഞങ്ങളെപ്പോലെ. പക്ഷെ അവര് ഞങ്ങളെപ്പോലെ പോലല്ലോ, അവർ സദഖ കൊടുക്കുന്നല്ലോ, കൂടുതൽ പുണ്യം അവർ കിട്ടൂലേ. അത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നബി പറഞ്ഞൊരു കാര്യം ചെയ്യും. 5 നേരം നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് വെച്ച് ചെല്ലിക്കും, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. ഇങ്ങനെ നീ നിങ്ങൾ ചെല്ലിക്കൊള്ളാ. പാവങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാം. ഇത് അവര് പോയി അന്ന് മുതൽ ചെല്ലാൻ തുടങ്ങി. പണക്കാരും ഉണ്ടാതിരിക്കും, അവരും ചെല്ലി. അവര് ചെല്ലുന്ന കേട്ടപ്പോൾ പാവപ്പെട്ടവർ വീണ്ടും ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുന്നിൽ, നബിയെ, അത് അവർ പണക്കാരും ചെല്ലാൻ തുടങ്ങിയല്ലോ, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യും? പുണ്യം അവരെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടണം. അള്ളാന്റെ റസൂൽ അത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നില്ല, അത് അള്ളാന്റെ ഔദാര്യർക്ക് അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, സലാം പറയുന്നതിന്റെ മഹത്വം റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ അവര് ഒളിച്ചു കളിക്കുമായിരുന്നു. ചുമ്മാനെ നിൽക്കുമ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും പറയൊന്നും വേണ്ട, കാണുമ്പോൾ സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സലാം പറയുന്നതിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തപ്പോ സഹാബാക്കൾ ഒളിച്ചു കളിക്കുമായിരുന്നു. കാരണം എന്താ? ഇങ്ങനെ സലാം പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ അടുത്ത സഹോദരനോട് സലാം പറയണമെന്നാണ്. അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും? മതിലിന്റെ അപ്പുറം ഇപ്പുറവും സഹാബാക്കൾ നിന്ന് അങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് ഒളിച്ചിരിക്കും. എടുത്ത് അടുത്തൊരു സഹാബി മുമ്പിൽ വന്നിട്ട് പറയും സലാം വലൈക്കും. ആ സഹാബി സലാം മടക്കിയിട്ട് വീണ്ടും അടുത്ത സഹാബി ഒളിക്കും. എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒളിച്ചെണ്ണിട്ട് 10 വരെ എണ്ണിട്ട് കണ്ടുപിടിക്കുന്ന പോലെയല്ല, സലാം പറയാൻ കൂടുതൽ പുണ്യം കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത്തജാഫി അൻദാരിൽ ഖുറൂർ, വഞ്ചനയുടെ ചതിയുടെ ഒരുപാട് ചതിയുടെ വഞ്ചനയുടെ നാടായ ഈ ദുനിയാവിൽ നിന്ന് ഒളിച്ചോടണ്ടേ. ദുനിയ അഖല്ലു മിനൽ ഖലീലി
വാശിഖുഹാ അദല്ലു മിനൽ ദുനിയാവ് ചെറുതാണ്, ചുരുങ്ങിയതാണ്. അതിനെ ആശിക്കുന്നവനോ പ്രേമിക്കുന്നവനോ ഇഷ്ടപ്പെടുന്നവനോ കാമിക്കുന്നവനോ അദല്ലു മിനൽ ദലീലി, നിസാരന്മാരിൽ നിസാരനാണ്, അധമന്മാരിൽ അധമനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ദുനിയാവെന്ന് പറഞ്ഞാൽ ശവമാണ്, ശവമാണ്. അതിനെ തേടുന്നവനോ ത്വാലിബുഹാ കിലാബ്, അതിനെ തേടുന്നവനോ പട്ടിയാ പട്ടിയാ പട്ടിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ആ ചതിയുടെ നാട്ടിൽ നിന്ന് പോകാനുള്ള ഒരു വെപ്രാളം